വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ ഒരു നെത്തോലി മീൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ കറിക്കായിട്ട് ഉപയോഗിക്കുന്ന എല്ലാത്തിൻ്റെയും ഗുണങ്ങളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അര കിലോ നെത്തോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അര കിലോ നെത്തോലിയാണ് മീൻ കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അരയ്ക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാം. ഒരു വലിയ ബൗൾ, അതായത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കണം. കുറച്ച് കടുക്, ഒരു അര ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു 10-12 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി ഒരു പകുതി വഴറ്റുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1-2 സാധനങ്ങൾ ഇടേണ്ടതുണ്ട്. ഉള്ളി ഏകദേശം പകുതി വഴറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ചെറിയ ഒരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നതേ നമുക്ക് വഴറ്റേണ്ടതുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് 2 പഴുത്ത തക്കാളി എടുത്ത് നന്നായിട്ട് കഴുകി ഒരു മീഡിയം സൈസിൽ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. അതും കൂടെ ഈ ഉള്ളിയുടെ കൂടെ ഇടേണ്ടതുണ്ട്. കണ്ടോ, ഒരുപാട് ബ്രൗൺ നിറം ആകണ്ട. ഒരുപാട് ബ്രൗൺ നിറം ആകാതെ വേണം ഉള്ളി നമുക്കിതിലേക്ക് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഒരുപാടങ്ങ് വേകുന്നത് വരെ വഴറ്റണ്ട. ഞാനിതിൽ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും ഗുണങ്ങൾ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡിയായി. ടൊമാറ്റോ ഒരു പകുതി വേവായിട്ടുണ്ട്. കേട്ടോ, ഒരു പകുതി വേവായിട്ടുള്ളൂ. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല എടുക്കേണ്ടത്. തേങ്ങയും ജീരകവും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിരിക്കുന്നില്ലേ, അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് അരയണ്ട, ഒരുപാട് അരഞ്ഞു പോകണ്ട. ഒരു മീഡിയം സൈസിലാണ് നമുക്കിതിന് അരച്ച് എടുക്കാനുള്ളത്. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, നെത്തോലി ആയതുകൊണ്ട് ഒരുപാട് പുളി ഇതിലിടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി പിഴിഞ്ഞത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്.
നെത്തോലി മീനായതുകൊണ്ട് തന്നെ കുറച്ച് പുളി മതി. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ അരപ്പ് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അരപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ നെത്തോലി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ മീനൊക്കെ നല്ല ഗുണമാണ്. ബോൺസിനും ഒക്കെ കാൽസ്യവും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അരപ്പ് മീനിൽ നല്ലോണം മുങ്ങിക്കിടക്കണം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് മീൻ തിളച്ച് തുടങ്ങി. അതിലേക്ക് നമുക്ക് ഒരു മുരിങ്ങക്കായ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പും പുളിയൊക്കെ നോക്കാം. വേണം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെത്തോലി മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇടുന്ന പുതിയ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.